ഹലോ, ഇന്ന് നമുക്ക് ഗ്രേവി ഒക്കെ വറ്റിച്ച് വെച്ച് നല്ല ചൂരമീന്റെ തലക്കറി വെച്ചാലോ. അപ്പൊ ചട്ടിയൊക്കെ ചൂടാവുമ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകല്ല ഞാൻ എടുത്തേക്കുന്നത്. നല്ല വെള്ളക്കാന്താരി കിട്ടി. അപ്പൊ അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് കടുക് വറുത്തിട്ട് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പും കൂടി ചേർത്തത് വഴറ്റി എടുക്കാം. വെട്ടത്തിന്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും കറണ്ട് പോയി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വെട്ടക്കുറവുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതും കുരുമുളകും കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, അത് ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർക്കാൻ വച്ചിരുന്നു. ഇനി ഇതിലോട്ട് വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ പുളി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് മീതെ ഇതേപോലെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി തിള വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ തല ഇട്ട് കൊടുക്കുക. ഒരുപാട് വലിയ തലയൊന്നുമില്ല. ഇനി നമുക്ക് തല പൊടിഞ്ഞു പോകാത്ത രീതിക്ക് 2 വശം തിരിച്ചു മറിച്ചിട്ട് വേവിച്ച് കൊടുക്കണം. നമ്മളെ തലക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.